കൊറോണിലെ മോററ്റീഷ്യസ് കോളേജിലെ ഹിന്ദി വിഭാഗം ഭാഷാ വാരാചരണത്തോടനുബന്ധിച്ച് ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകത്തെയോ എഴുത്തുകാരനെയോ പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. അതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകമായി എനിക്ക് പറയാനുള്ളത് 100 Years of Solitude എന്ന പുസ്തകമാണ്. ആരാധകർ ഗാബോ എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസിന്റെ വളരെയധികം പ്രശസ്തമായ ഒരു പുസ്തകമാണ് 100 Years of Solitude. മൊക്കോണ്ടോ എന്ന ഒരു ഗ്രാമത്തിൽ ദൂരിയ കുടുംബത്തിന്റെ 7 തലമുറയുടെ ഒരു ജീവിതം ഏത്, ഫാന്റസി ഏത് എന്ന് തിരിച്ചറിയാനാവാത്ത വിധം മാജിക്കൽ റിയലിസത്തിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നു. 9ാം ക്ലാസ്സിൽ വെച്ചാണ് ഞാൻ ഈ പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പ്രവർത്തനം വായിച്ചത്. അന്നു മുതൽ അതുപോലെ എന്നെ ഒരു വിസ്മയിപ്പിച്ച വേറൊരു പുസ്തകം ഇതുവരെ ഞാൻ വായിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ തന്നെ ലവന്റെ വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിന്റെ ഈ വരികൾ ഈ വായനാദിനത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ പുതുവയിൽ നാരായണ പണിക്കരുടെ സംഭാവനകളെ ഓർമ്മിക്കുന്നതിനായി 1996 ജൂൺ 19 ദേശീയ വായനാ ദിനമായി നമ്മൾ ആഘോഷിച്ചു വരുന്നു. ബി ആംബീഷ്യസ് എൻ്റെ പ്രിയപ്പെട്ട ബുക്ക് ശൈലേന്ദ്ര ബാബു IPS എഴുതിയ എന്നെ ഏറെ സ്വാധീനിച്ച ഒരു ഇൻസ്പിറേഷണൽ ബുക്ക്. പ്രതിബന്ധങ്ങളെ മറികടന്ന് നിശ്ചയദാർഢ്യത്തോടെ വെല്ലുവിളികളെ നേരിടുകയും ഓരോ തടസ്സവും പഠിക്കുവാനും ശക്തരാകാനുമുള്ള അവസരമാണ് എന്ന് ഞാൻ ഈ ബുക്കിലൂടെ മനസ്സിലാക്കി. ശുഭാപ്തി വിശ്വാസം അവസരങ്ങളെ ആകർഷിക്കുകയും ബുദ്ധിമുട്ടുകളെ മറികടക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. അഭിലാഷത്തെക്കുറിച്ചും ജീവിതത്തിൽ വിജയിക്കാൻ അത് നൽകുന്ന ശക്തിയെക്കുറിച്ചും ഈ പുസ്തകം പഠിപ്പിക്കുന്നു. നിങ്ങളും വായിക്കൂ, ഇനിയും വൈകിയിട്ടില്ല. കാരണം ജീവിതം എന്നും ഒരു പഠനമാണ്. വായിക്കുക, അറിവ് നേടുക. അതിലൂടെ നമുക്ക് നല്ലൊരു ജീവിതവും നല്ലൊരു നാടിനെയും പടുത്തുയർത്താം. എല്ലാവർക്കും വായനാ ദിനാശംസകൾ.